Hi, good morning. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തി പൊറോട്ട. അതാണ് ഞാനിപ്പോൾ ഇതിനിട്ടിരിക്കുന്ന പേര്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ടേസ്റ്റ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് പൊടി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കോ പരത്തോ ഒന്നും ചെയ്യണ്ട. നമ്മൾ നേരെ പാനിലേക്ക് നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്ത് ഒഴിക്കുക, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, 2-3 പ്രാവശ്യം തിരിച്ചിടുക. ഇതാ നമ്മുടെ സ്നാക്ക് അല്ലെങ്കിൽ നമ്മുടെ പലഹാരം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി പൊറോട്ട റെഡി ആയി കഴിയും. ചപ്പാത്തി പൊറോട്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ ടേസ്റ്റും ഉണ്ട് ഇതിന്, പൊറോട്ടയുടെ ആ ഒരു ചെറിയ മധുരവും ഉണ്ട്, അപ്പോൾ സോഫ്റ്റുമാണ്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ചപ്പാത്തി പൊറോട്ട എന്ന് പറഞ്ഞത്. സോഫ്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ എടുത്ത് കാണിച്ചു തരാം. ഇത്രയും സോഫ്റ്റ് ആണ്. ഇതിലും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയും ഒന്നും കിട്ടില്ലല്ലോ. ഇതുപോലെ സോഫ്റ്റ് ആണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ള സമയത്തും പൊറോട്ട ഉണ്ടാക്കാൻ മടിയുള്ള സമയത്തും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എടുക്കുന്ന ഈ അളവിൽ നിന്ന് 8 എണ്ണം ഉണ്ടാക്കാം കേട്ടോ. 1 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പൊടിയിൽ നിന്ന് 8 എണ്ണം ഉണ്ടാക്കാം. ഈ ഒരു വലുപ്പത്തിലാണെങ്കിൽ. ഒരുപാട് വലുപ്പത്തിലാണെങ്കിൽ നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു വലുപ്പത്തിൽ ഉണ്ടാക്കുക. ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. കറി ഇല്ലെങ്കിലും ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ചപ്പാത്തി പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് മൈദപ്പൊടിയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് അളവിലേക്കാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 1 കപ്പാണ്. ഒന്നുകൂടി ഞാൻ പറയാം. 3/4 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് ഗോതമ്പ് പൊടി, അങ്ങനെ 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ചേർത്താലേ നമ്മുടെ പൊറോട്ടയിലുള്ള പോലെ ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രമായിട്ട് ചെയ്യാം, മൈദപ്പൊടിയിൽ മാത്രമായിട്ട് ചെയ്യാം. പക്ഷേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ എപ്പോഴും നല്ലത്. വെള്ളം ചേർക്കുമ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർക്കുന്നത്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ബാക്കിയിരിക്കുന്ന വെള്ളവും കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇത് നമ്മൾ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററുമല്ല, ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററുമല്ല, ആ ഒരു ഭാഗത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മൈദപ്പൊടി മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം മതി കേട്ടോ. കൃത്യം 1 കപ്പ് വെള്ളം മതി. ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇപ്പോൾ ഇതുണ്ടോ കുറച്ച് തിക്കാണ്. ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി നമുക്ക്. അപ്പോൾ അളവ് തെറ്റിപ്പോകേണ്ട. ഒരു 3/4 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം. പിന്നെ നമ്മൾ എടുക്കുന്ന പൊടി അനുസരിച്ച്, ബ്രാൻഡ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കുക. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക കേട്ടോ. ഇതൊക്കെ നിർബന്ധമായിട്ടും ചേർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോഴേ നമ്മുടെ ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആവുള്ളൂ. നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. പിന്നെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ, ഈ ഒരു ചപ്പാത്തിന്നോ പൊറോട്ടയെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഞാനിപ്പോൾ ഇതൊരു ചപ്പാത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കട്ടി കുറഞ്ഞ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. നല്ല അടിഭാഗം കട്ടിയുള്ള പാൻ ഉണ്ടാവും നമ്മുടെ. ആ പാനിലല്ലാതെ കട്ടി കുറഞ്ഞ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. നമ്മുടെ ചപ്പാത്തി പാനൊക്കെ ആണെങ്കിലും അത്ര കട്ടി ഉണ്ടാവില്ല അടിഭാഗത്തിന്. അങ്ങനെയുള്ള പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഇതിലേക്ക് നമ്മളിനി ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഇനി നമ്മൾ പാനിലേക്ക് കോരി ഒഴിക്കുക, ഉണ്ടാക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് കുഴയ്ക്കാതെ, പൊടി കുഴയ്ക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മൈദപ്പൊടി
ഉപയോഗിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയാലും ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയാലും മൈദപ്പൊടിയും ഗോതമ്പൊടിയും ചേർത്ത് ഉണ്ടാക്കിയാലും എല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കറിയൊന്നുമില്ലാതെ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. കറിയൊന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറി ഇല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചൂടോടെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചൂടോടെ ഈ ഒരു ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതാ ഇതുപോലെ ഇത്രയും തിക്നെസ് കുറഞ്ഞ പാൻ, ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും തിക്നെസ് കുറഞ്ഞ പാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയ ബർണറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു ചെറിയ ബർണറിൽ ഇതിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തെറ്റുപറ്റാതിരിക്കാനാണ് ഞാൻ ഈ ബർണറൊക്കെ കാണിച്ചു തരുന്നത്. കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലല്ലേ തെറ്റിപ്പോവാതിരിക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒഴിക്കുക. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളതനുസരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പരത്തേണ്ട, ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇത് മേൽഭാഗം കുക്കായി കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി കാര്യങ്ങളുള്ളൂ. മേൽഭാഗം നന്നായിട്ട് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടണം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ടും വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഗോതമ്പ് ദോശ പോലെയാണോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇതിങ്ങനെ വെറുതെ എടുത്തിട്ട് കഴിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റ് മൊരിച്ച് വേവിച്ചെടുത്താലേ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ മേൽഭാഗം കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തിയുടെ മേൽഭാഗം കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ട് ഈ സൈഡിൽ നിന്നൊന്ന് വിട്ടു തുടങ്ങും കേട്ടോ. വിടർന്നു വരുമെന്നല്ല, വിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം കനത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തിന്നായിട്ട് ഉണ്ടാക്കണമെങ്കിൽ തിന്നായിട്ട് ഉണ്ടാക്കാം. കുറച്ച് കട്ടിയോടുകൂടി നമ്മളിപ്പോൾ മാവ് ഒഴിച്ചിട്ട് പരത്താതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാവ് ഒഴിച്ച വഴിയെ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതുണ്ടോ മേൽഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഓയിൽ നമ്മുടെ ബാറ്ററിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ സൈഡും നന്നായിട്ട് കുക്കായി വരട്ടെ. ആ പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് ഇതുപോലെ കളറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളർ വന്നിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ കളർ കൂടുതലായിട്ട് വരും. ഈ സൈഡും ഇട്ടിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. നമ്മളിതിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് പരത്തി പെർഫെക്റ്റ് ആവാത്ത ആളുകളൊക്കെ ആണെങ്കിൽ, കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പരത്തിയിട്ട് കറക്റ്റ് ഷേപ്പായി വരുന്നില്ല എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ടാലോ. കണ്ടോ ചപ്പാത്തിയുടെ ഇതുപോലെയുള്ള നമ്മുടെ നല്ല പെർഫെക്റ്റ് ഡിസൈനൊക്കെ വന്നു കഴിഞ്ഞു. ഇതുപോലെ ചപ്പാത്തിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന എല്ലാ ഡിസൈൻസും വന്നു കഴിഞ്ഞു. കഴിക്കുമ്പോൾ ഇത് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഴിക്കണം കേട്ടോ. കറി ഇല്ലാതെയും കഴിക്കാം. കറിയുടെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കറി റെഡിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുക. അപ്പോൾ കറിയുടെ കൂടെ ചേർത്ത് കഴിക്കാം. ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കറി ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ചൂടോടെ കഴിക്കാൻ പറ്റും. നമുക്ക് വീണ്ടും അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്. ഗോതമ്പ് ദോശയുടേതായിട്ടുള്ള ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് ഒന്നും അല്ല ഇതിന്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടിഭാഗം നന്നായിട്ട് കുക്കായി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് നോക്കാം അടിഭാഗം പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. അടിഭാഗവും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഇതിങ്ങനെ കുറച്ച് സമയം പാനിൽ വയ്ക്കുകയാണെങ്കിൽ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം സമയം പാനിൽ വയ്ക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി പാനിൽ വെച്ച് നമ്മൾ പൊക്കിയെടുക്കുന്നില്ല. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ആ ചെറിയ ബർണറിൽ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിൽ ചെറിയ ചെറിയ ബബിൾസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ബലം കൊടുത്ത് പ്രസ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി ഇപ്പുറത്തെ സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. അടുത്തത് ഉണ്ടാക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ബാറ്റർ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ ഉണ്ടാക്കാം. ഇതുപോലെ ചെറുതായിട്ട്
ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ചെറിയൊരു കനത്തിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിന്നായിട്ട് ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം തിക്നെസ് ഉള്ള രീതിയിലാണ് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, വളരെ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തിയാണ്. കഴിക്കാൻ അതുപോലെ തന്നെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കഴിക്കാതിരുന്നത്. ഫോട്ടോയൊക്കെ എടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, വളരെ സോഫ്റ്റാണ്, നമ്മുടെ ചപ്പാത്തിയേക്കാൾ സോഫ്റ്റാണിത്.